നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടിയിൽ മന്ത്രി ഒ.ആർ. കേളു നിർവഹിച്ചു. ഭാവി വികസനത്തിന്റെ നയരൂപീകരണത്തിനായി പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായ സ്വരൂപണം നടത്തുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2031 സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട വികസന നയരൂപീകരണമാണ് വികസന ക്ഷേമ പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിലൂടെ ജില്ലയിലെ മുഴുവൻ ആളുകളെയും വളണ്ടിയർമാർ വീടുകളിലെത്തി നേരിൽ കണ്ട് വികസന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്നും എല്ലാവരും വികസനക്ഷേമ പരിപാടിയിൽ വികസന ആശയങ്ങൾ പങ്കുവെക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടും തുടർന്ന് കേരളത്തെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് സംബന്ധിച്ചുള്ള വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ചുള്ള ഒരു ഹിതപരിശോധനയാണ് ഗവൺമെന്റ് ഈ സർവേയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. മാനന്തവാടി നഗരസഭയിലെ പുതിയിടം വാർഡിലെ സംരംഭകൻ അജയ് തോമസിന്റെ സ്ഥാപനത്തിൽ നിന്നും വികസന ആശയത്തിന് തുടക്കമിട്ടു. എടവ ഗ്രാമപഞ്ചായത്തിലെ വികസനക്ഷേമ പരിപാടി പത്മശ്രീ ചെറുവേലരാമന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ചു. വളണ്ടിയർമാരായ വസന്ത, സുരേന്ദ്രൻ, ടിൻഡോ, ഷാജി, ജിജി രവീന്ദ്രൻ എന്നിവർ വിവരശേഖരണത്തിന് നേതൃത്വം നൽകി. മാനന്തവാടിയിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ നവകേരളം കോർഡിനേറ്ററും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ നിർവഹണ സമിതി അംഗമായ ഇ സുരേഷ് ബാബു, മാനന്തവാടി മണ്ഡലം ചാർജ് ഓഫീസർ സി സുധീർ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ കെ സുമ, വാർഡ് കൗൺസിലർ വി പി സബിത, കില റിസോഴ്സ് പേഴ്സൺമാരായ പി ടി ബിജു, അജയ്, കില തീമാറ്റിക് വിദഗ്ധ അതുല്യ എന്നിവർ പങ്കെടുത്തു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.